നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ഷൊർണൂർ റോഡിൽ ഹോംപ്ലസിന് സമീപം നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റും 2 ബൈക്കുകളും കത്തിനശിച്ചു. വലക്കാവ് സ്വദേശി ശ്രീരാഗ്, പാലക്കാട് സ്വദേശി മുരളീധരൻ, ഒളരി സ്വദേശി വിശാഖ് എന്നിവരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം കൊറ്റംചിറയിൽ 46 വയസ്സുള്ള ജെയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോവാന എന്നിവരാണ് മരിച്ചത്. ജെയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്ക് പരിക്കേറ്റു. കുണ്ടന്നൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനെ പരിക്കേറ്റു. കുണ്ടന്നൂർ സ്വദേശി കോളത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുമ്പിൽ ചെകുത്താനെ കുരിശു കാണിച്ച് ഓടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റെ ഭൂമി തരംമാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലനികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കാറളത്ത് വീട്ടമ്മയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പർളം സ്വദേശി വെട്ടിയാട്ടിൽ ജ്യോതിയെയാണ് കിഴുത്താണി പൊട്ടക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗാർബേജ് ഫ്രീ സിറ്റി എന്ന പദവിയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ. കേന്ദ്ര സർക്കാരിന്റെ SBM ടീമിന്റെ നേതൃത്വത്തിലാണ് അസസ്മെന്റ് നടക്കുന്നത്. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റേതാണ് മൃതദേഹം. പക്ഷികൾക്കായി ദാഹജലമൊരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ആശാവർക്കർമാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ BJP ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധന തുടരുന്നു. ഇതോടനുബന്ധിച്ച് തൃശൂർ സിറ്റിയിലെ വിവിധ ഇടങ്ങളിലും പരിശോധന നടത്തി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് RGSA-യുടെ സഹകരണത്തോടെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വനിതാ ദിനം ആഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ LSGD ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ് വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ പശുവിനെ നാട്ടിക ഫയർഫോഴ്സ് രക്ഷകരായി. അന്തിക്കാട് വന്നേരിമുക്ക് സ്വദേശി വിൻസെന്റിന്റെ പശുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷിച്ചത്. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ മന്ദരപ്പള്ളി മന്ദാരക്കടവിൽ നടക്കുന്ന ആറോട്ടോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘ നേതാവ് VR പുഷ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി P. സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എടത്തുരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കുള്ള മേശ, കസേര തുടങ്ങിയവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഫർണിച്ചറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഗുരുവായൂർ നായർ സമാജത്തിന്റെ ശിവപത്മം പുരസ്കാരം പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റിന്റെ ചെയർമാനും കാരുണ്യ പ്രവർത്തകനുമായ പുനലൂർ സോമരാജിനെ സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് P. സോമരാജൻ സമ്മാനിച്ചു. എളവള്ളി കോക്കൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്രപൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഷിജിൻ മുല്ലശ്ശേരി എന്നിവർ കാർമ്മികരായി. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ GRC സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത ചാഴൂർ പഞ്ചായത്തിനു കീഴിലുള്ള ആലപ്പാട് കുടുംബശ്രീ തൊഴിൽ പരിശീലന ഉൽപാദന വിപണന കേന്ദ്രത്തിലേക്ക് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച 2 വനിതകളെ മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച കോടാലിയിൽ ആദരിക്കും. കടമ്പോട് സ്വദേശിനി ഉഷ മാണി, കോടാലി സ്വദേശിനി മിനി ഡേവിസ് എന്നിവരെയാണ് ആദരിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് പള്ളിയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. നിസ്കാരത്തിനു ശേഷം വിശ്വാസികൾ ഖബറിടങ്ങൾ സന്ദർശിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ വിവിധ അംഗനവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. ആലത്തൂർ അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMA-യുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 വനിതകളെ ആദരിക്കും. ഷീബ അമീർ, ലീല അന്തർജനം, ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് എന്നിവരെയാണ് ആദരിക്കുക. പഴഞ്ഞി ആറ്റുപുറം പാറയംപാടം റോഡിൽ പഴഞ്ഞി പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ കാട്ടക്കാമ്പാൽ ചിറയൻകാട് സ്വദേശി ഷെമീലിന് പരിക്കേറ്റു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന സിലോൺ റേഡിയോയിൽ 25 വർഷം ശബ്ദം നൽകിയ ലതിക വിവേകാനന്ദനെ അനുമോദിച്ചു. പഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.